നമസ്കാരം. ലോകത്തിനു മുന്നിൽ സൂപ്പർ താരമായി ശശി തരൂർ നിൽക്കുമ്പോൾ അത് വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ കനത്ത പ്രഹരം തന്നെയാണ്. ഇനി മടങ്ങി വരുമ്പോൾ എന്തായാലും ഒരു സുപ്രധാനമായ ഒരു തീരുമാനം തരൂർ കൈക്കൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തരൂർ ഇനി എന്ത് നിലപാടെടുക്കും അഥവാ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് കോൺഗ്രസ് നേതാക്കളടക്കം രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത്. BJP-യിലേക്ക് പോകില്ല എന്നൊക്കെ തരൂർ പറയുന്നുണ്ടെങ്കിലും ഇനി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ ഒരു പ്രചാരണ സംവിധാനമെല്ലാം കഴിഞ്ഞിട്ട് തരൂർ ഇന്ന് ദില്ലിയിലേക്ക് തിരിച്ചെത്തുകയാണ്. അതിനുശേഷം എടുക്കുന്ന നിലപാട് എന്തായാലും ഒരു സുപ്രധാനമായ ഒരു നിലപാട് തന്നെയായിരിക്കും. അതാണ് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിൽ ആദ്യമായിട്ട് നിൽക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇന്ത്യൻ നയം ലോകത്തിന് മുന്നിൽ വിശദീകരിച്ച ശേഷം ശശി തരൂരും സംഘവും ഇന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെ കണ്ട് തരൂരും സംഘവും തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചതായി വിശദീകരിക്കും. പാകിസ്ഥാന് അനുകൂലമായ നിലപാടെടുത്ത കൊളംബിയയെ തിരുത്തി പറയിപ്പിക്കാനടക്കം തരൂരിന്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന് മുന്നിൽ തിളങ്ങിയ തരൂരിസത്തെ കോൺഗ്രസ് ഉൾക്കൊള്ളുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം രാജ്യത്തിന് വേണ്ടി തന്നാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുവെന്നാണ് ശശി തരൂർ വിശദീകരിക്കുന്നത്. രാജ്യത്തിനായി ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്നും കൂടെ നിന്ന ഇന്ത്യക്കാർക്കും ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കും നന്ദിയുണ്ടെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നയം തുറന്നു കാണിക്കുന്നതിനായും ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യമടക്കം വിശദീകരിക്കുന്നതിനുമുള്ള വിദേശകാര്യ ദൗത്യം പൂർത്തിയാക്കിയ ശേഷമാണ് ശശി തരൂരിന്റെ പ്രതികരണം. ഹിന്ദിയിലാണ് ശശി തരൂർ എക്സിൽ കുറിപ്പിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ നിലപാടും നയവും ലോകത്തിന് മനസ്സിലായെന്ന് ശശി തരൂർ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പുകഴ്ത്തുന്നു എന്നാണ് തരൂരിനെതിരായ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ താൻ രാജ്യത്തിന്റെ നിലപാട് വിശദീകരിക്കുകയാണ് ചെയ്തതെന്നാണ് തരൂരും വ്യക്തമാക്കുന്നത്. തരൂരിനെതിരെ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിനുള്ളിലും ആശയക്കുഴപ്പമുണ്ട്. അതിനിടെയാണ് തരൂരിന് BJP ഉന്നത സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളും നിലനിൽക്കുന്നത്. ഇത് തരൂരോ കോൺഗ്രസോ നിഷേധിക്കുകയോ ശരിവെക്കുകയോ ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ശശി തരൂർ ഉൾപ്പെടുത്തിയിരുന്നില്ല. പാർലമെന്റിന്റെ വിദേശകാര്യങ്ങൾക്കായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടും തരൂരിനെ ഉൾപ്പെടുത്താതിരുന്നത് ഹൈക്കമാൻഡിനുള്ള നീരസം കാരണമാണ്. നേരത്തെ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിൽ ലംഘിച്ച് സ്വയം സ്ഥാനാർത്ഥിയായതു മുതൽ തുടങ്ങുന്നു തരൂരിനോടുള്ള കോൺഗ്രസിനുള്ള ഒരു അകൽച്ച തന്നെ അതിൽ പ്രകടനമാവുകയാണ്. ഹൈക്കമാൻഡും അതോടൊപ്പം തന്നെ അതായത് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും അടക്കം തരൂരിനെ കാണാനൊന്നും കൂട്ടാക്കില്ല. അവസാനം വലിയ രീതിയിൽ പ്രശ്നങ്ങളെല്ലാം തന്നെ ഗുരുതരമായി വഷളായപ്പോഴാണ് രാഹുൽ ഗാന്ധി തരൂരിനെ കാണാം എന്നൊരു നിലപാടിലേക്ക് സ്വീകരിച്ചത്. അതിനുശേഷവും തരൂർ പറഞ്ഞു, എനിക്ക് കോൺഗ്രസുമായിട്ട് നിൽക്കണമെന്നുള്ള താല്പര്യമൊന്നുമില്ല, എനിക്ക് എൻ്റെതായ കുറേ രീതികളുണ്ട്, ഞാൻ വേണമെങ്കിൽ അതിലേക്ക് പോകുമെന്നടക്കം തരൂർ വലിയ രീതിയിലേക്ക് ഒരു തരൂരിൻ്റെ സ്റ്റാൻഡ് തന്നെ തുറന്നു പറയുന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത് കോൺഗ്രസിന് അന്നു മുതൽ തന്നെ വലിയൊരു പ്രഹരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തരൂരിന് ലഭിച്ച വോട്ടുകൾ നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായതിനാൽ മാത്രമാണ് അദ്ദേഹത്തെ പിന്നീട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത്. തുടർന്നിങ്ങോട്ട് പല കാര്യത്തിലും കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിരുന്നു തരൂരിന്റെ വാക്കുകൾ. കേരളത്തിലെ വ്യവസായ വികസനത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞതിന് സംസ്ഥാന നേതാക്കൾ പരസ്യമായി രംഗത്ത് വരികയും ഹൈക്കമാൻഡ് നേരിട്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്നാൽ മോദി അനുകൂല നിലപാടിൽ നേതൃത്വത്തിന് അത്തരം സമീപനമുണ്ടായില്ല. ശശി തരൂർ MP സ്ഥാനം രാജിവെക്കുമെന്ന് പോലും പ്രചാരണങ്ങളുണ്ട്. എന്നാൽ ഇതിനോടൊന്നും അദ്ദേഹം ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ കാലാവധി 2027 ഓഗസ്റ്റിൽ അവസാനിക്കും. അപ്പോൾ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന പ്രചാരണവുമുണ്ട്. ഇത്തരം വാർത്തകളോടുള്ള ശശി തരൂരിന്റെ പ്രതികരണം എന്താകുമെന്നും പ്രധാനമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ തരൂരിനെതിരെ കോൺഗ്രസ് ഒരു നടപടിയിലേക്കും നീങ്ങില്ല. അതേസമയം തരൂർ നിലമ്പൂരിൽ പ്രചാരണത്തിന് എത്തുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. കേരളത്തിലെത്തിയാൽ പ്രചാരണത്തിന് പോകേണ്ടി വരുമെന്നതിനാൽ അദ്ദേഹം ചിലപ്പോൾ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എത്തിക്കാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് സൂചന. US-ൽ വെച്ച് പാകിസ്ഥാൻ സംഘത്തെ അടക്കം തറപ്പറ്റിച്ച ശേഷമാണ് തരൂർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഭീകരവാദത്തിലൂടെ ഇന്ത്യയേക്കാൾ കൂടുതൽ ജീവൻ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് US-ലെത്തി സമർത്ഥിക്കാൻ ശ്രമിച്ച പാക് സംഘത്തെ രൂക്ഷമായി വിമർശിക്കുകയും തരൂർ ചെയ്തു. മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് സംഘം തങ്ങളും തീവ്രവാദത്തിന്റെ ഇരകളാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ശശി തരൂരിന്റെ കടുത്ത വിമർശനമുണ്ടായത്. തങ്ങളും ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടാൻ പോകുന്നത് ആ ഒരു രീതിയിലായിരുന്നു. അതായത് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്ത്യയേക്കാൾ പാകിസ്ഥാനിലാണ് കൂടുതൽ. ആരുടെ തെറ്റാണ് എന്നാണ് ചോദ്യം. 10 കൊല്ലം മുമ്പ് ഹിലാരി ക്ലിന്റൺ പറഞ്ഞ പ്രശസ്തമായൊരു പ്രസ്താവനയുണ്ട്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കടിക്കൂ എന്ന് ഒരിക്കലും കരുതരുത്.
പാകിസ്ഥാന് തന്നെ ഓരോ ദിവസവും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് പാകിസ്ഥാനിൽ തന്നെ തെഹ്രീ-ഇ-താലിബാൻ ഒരു നീക്കം, അതായത് ഒരു ഭീകരാക്രമണം തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.